ആൻറ്റി, പ്രൈസ് ലോർഡ്. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവമക്കൾ എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൃപയും ഈ രാത്രിയിൽ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തെ എൻ്റെ ചർച്ചിൽ പ്രൈസ് ലോർഡ് എൻ്റെ ഒരു ചർച്ച് കുടുംബത്തിൽ ഇന്നൊരു പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഭവനത്തിൽ വേഗത്തിൽ വന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യുകയായിരുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജോസി ജോർജ്. ഞാൻ പുനലൂരാണ് സ്വദേശം. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് വിതുര എന്ന് പറയുന്ന സ്ഥലത്ത്, കർത്താവിൻ്റെ മഹത്വമുള്ള വിതുരയ്ക്ക് അടുത്ത് ആര്യനാടിനും ഇടയ്ക്ക് തച്ചങ്കോട് എന്ന് പറയും, കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരു 1-2 പ്രാവശ്യം ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ, ശുശ്രൂഷിക്കുവാൻ കർത്താവ് അവസരങ്ങൾ തന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു വരുന്ന ഈ ആത്മീയ ശുശ്രൂഷകൾക്കായിട്ട് ക്രിസ്തുവിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ നിറഞ്ഞ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ കൃപ ഈ രാത്രിയിൽ വെളിപ്പെട്ട് വരട്ടെ. അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. അല്പസ്വാമിയിൽ ദൈവത്തിന് നന്ദി പറയാം. ഹാലലൂയ, 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 ഹാലലൂയ. ഓ റബല ദിബല റബല ശംദന രഗതുരിയാം ശബ്ദരേ രഗതുരിയ. ഹാലലൂയ, 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 ഹാലലൂയ. ഓ ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഓ ഇതു പോരായേ, ഇതു പോരായേ, ഓ ഇതു പോരായേ, ഇതു പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഓ യേശുവേ, നിൻ സാന്നിധ്യം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. യേശുവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധ, രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? ഓ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, ഓ അധികമായി എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധ ആത്മാവേ, ആമേൻ. പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെ നിറയണമേ. ഓ അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. യേശുവേ, നീന്തിയിട്ടല്ലാതെ. രാത്രി എത്ര പേരത് ആഗ്രഹിക്കുന്നു പ്രിയരെ? ഈ ഉപവാസത്തിന്റെ രാത്രിയിൽ റബല ശബ്ദനാരകൾ ഇന്നലകൾ പകർന്നതും ഇന്നലകൾ പ്രാപിച്ചതും പോരെ കർത്താവേ. ഇന്നലകൾ എന്തൊക്കെയോ ഞങ്ങള് നേടി പ്രാപിച്ചു, പക്ഷെ ആത്മാവിന്റെ രാത്രിയിൽ ചിലതിനെ വരൽ ചൂണ്ടി ഹല്ലേലൂയ നിന്നെ വീണ്ടും കർത്താവ് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീസസ്.
ഒരുമിച്ച് അല്പസ്വാമി നിങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. ഓ ഒരു ദൈവ സാന്നിധ്യം നിങ്ങള് ആയിരിക്കുന്ന റൂമിൽ, സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇന്ന് രാത്രി ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. റക പ്രമോനി കമോനി പ്രമോനി ശബോലിയ. ഓ ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ യേശുവേ, ഇത് പോരായേ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ ഇത് പോരാ, ഇത് പോരാ കർത്താവേ. ഇന്ന് രാത്രി ജനത്തെ അധികമായി നിറയ്ക്കണമേ. അവർ ഇന്നലകൾ പ്രാപിച്ചു, കഴിഞ്ഞ മണിക്കൂറുകൾ അവിടെ നേടിയത് അല്ല കർത്താവേ. അത്യന്തമായ ദൈവ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ അവിടെ മേൽ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. റബോ ലബോ റബോ ലബോ റബോ ലബോ റംധാബ്രമി റംദോറിയ ജൻസി റോബിൻ. ആത്മാവ് പറയുന്നു, എന്റെ നാവാൽ നിന്നെ ആത്മാവ് ഉപയോഗിക്കാൻ പോകുക. റഖോനി പ്രമോനി, നീ എന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. റബ്രമ ലഗച്ചുനി മാറിയതുപോലെ റബലഘടകന ചില താലന്തുകൾ പകർന്ന്, കൃപകൾ പകർന്ന് ദൈവം നിന്നെ നിറയ്ക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ ഒരുങ്ങുക, അരമുറുക്കുക. അറാബ്രമേ ശലോരിയ അംബ്രമേ ലഗത്തുനി റബോനി പ്രമോനിയ റഖാന ശപ്രമേ ലഗത്തുനി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തിന് ബിജോയ് എന്ന് പറയുന്ന അഭിഷേകത്തിനെ പ്രൈസ് ലോർഡ് ദൈവാത്മാവ് പറയുന്നു. റഗന ദബല റഗദുരിയ റബോരി റബോനി റബോരിയ റബല ഖറബല. ഞാൻ നിന്നെ പുറത്തെടുക്കാൻ പോകുകയാണ്. റബല ഘടക റഗദുനിയ, ഞാൻ നിന്നെ പുറത്തെടുക്കാൻ പോകുകയാണ്. റഖോനി പ്രമോനിയ റബല ശലാരിഗിനിയ. ഹല്ലേലൂയ. കഴുകൻ തൂവലകളെ പൊഴിച്ചു കളഞ്ഞ്, അതിന്റെ നഖത്തെ ചുണ്ടിനെ പൊഴിച്ചു കളഞ്ഞ്, പാറയിൽ ഉരച്ച് ഹല്ലേലൂയ ഒരു മാംസപിണ്ഡം പോലെ ഇരിക്കുന്ന ചില നാളുകളുണ്ട്. പക്ഷേ അതിനപ്പുറം ശക്തി പ്രാപിച്ച കഴുകൻ ചിറകടിച്ചുയരുന്ന ഒരു സീസൺ ഉണ്ടെന്ന് ആത്മാവ് ദാസന് അതിനുവേണ്ടി ഒരുങ്ങുക. ഈ ദിവസം നീ കാത്തിരിക്കുമ്പോൾ തന്നെ ആത്മാവ് പറയുന്നു, വാഗ്ദത്തങ്ങളുടെ ചില നിവർത്തിയുടെ പദത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്റെ ജനം. റബോറി പ്രമേനി കലോറിയ ശബ്ദന രഗത്തിനി റാംബ്രമേ ലഗത്തുനി. ജനുവരി തുടങ്ങി അടകാ റബ ശബ്ദന റിക്കി ബ്രമോനിയ ചില മാസങ്ങൾ, പ്രാരംഭ ചില മാസങ്ങൾ റമാധുനിയ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ തന്നെ ചില വാക്തത്വങ്ങൾ പൊട്ടി പുറത്തു വരും. റബല റബത്തുനി റഗദ റബഡഗദുര ബലഗഡഗ ശബ്ദനെ റഗദുനിയ. റബോ ലബോറിയ 1 2 3 ഹല്ലേലൂയ. റബോറിയ ശബ്ദനെ റഗത്തുനി. 3 മാസങ്ങൾ എന്റെ ജനം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ ചില അസാധാരണമായ ദൈവ പ്രവർത്തികളുടെ വാക്തത്വങ്ങളും അതിന്റെ വിടുതലുകളും വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതിന്റെ ഉള്ളിൽ ചില വിടുതൽ വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. റഖന ധരാധന ചില വ്യക്തികളുമായി കണക്റ്റഡ് ആകും. ആത്മമണ്ഡലത്തിൽ വലിയ എൻകൗണ്ടറുകൾ നടക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. ബ്രേക്ക് ത്രൂവിന് വേണ്ടി ജനം ഒരുങ്ങുക. റമന ധനഘടകധന നിരാശ മേഖല ആത്മാവ് രാത്രി പൊട്ടിച്ചു മാറ്റുകയാണ്. റബലഘടക ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കർത്താവെ ഒന്ന് പ്രയോജനപ്പെടാൻ പുറത്തു വരാൻ കഴിയുന്നില്ലെന്നുള്ള ചില തേങ്ങലുകൾ പോലുള്ള വിഷയങ്ങളെ കർത്താവ് രാത്രി തൊട്ട് പുറത്തെടുക്കാൻ പോവുകയാണ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ. Thank you Holy Spirit, thank you Holy Spirit. ജീസസ്. ഇത് പോരായേ, ഇത് പോരായേ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായ എന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. കർത്താവേ, രാത്രി കാലത്തിനായി സ്തോത്രം. ഈ ജനത്തെ ഇന്ന് രാത്രിയിൽ സാധാരണമായ വലിയ ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുക്കണമേ. റബാല ഇതടക്കുന്ന 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ കർത്താവേ, നൂറുകണക്കിന് ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നുണ്ട് കർത്താവേ. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ആയിരക്കണക്കിന് മീറ്റിംഗ് നടക്കുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് മെസ്സേജുകൾ കേൾക്കുന്നു. പക്ഷേ രാത്രിയിൽ
എന്തോ സംതിങ് കേട്ടു മടങ്ങാനല്ല കർത്താവേ. ചിലത് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ചിലതിന്റെ തുടക്കങ്ങളുടെ ദിവസം രാത്രിയായി മാറട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ നിയോഗങ്ങൾ ചിലമേൽ വീഴുന്ന രാത്രിയായി മാറട്ടെ. അതിനായി ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യെശയ്യാവ് 9:1 വാക്യം. യെശയ്യാവ് 9:1 വേഗത്തിൽ വാക്യം. യെശയ്യാവ് 9:1. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിലവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഇന്ന് വായിച്ച നമ്മളെ വാക്യത്തിലേക്ക് നമ്മൾ വേഗത്തിൽ വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തിന്റെ കരുത്തുറ്റ പ്രവാചക ശബ്ദമാണ് യെശയ്യാവ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ആദിയായവ ആ ശക്തിയോടെ പ്രവചിച്ച ഒരു കാലഘട്ടത്തിന്റെ അധികായികനായ പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം സ്തോത്രം തന്നിലൂടെ പുറത്തു വന്ന ശക്തി ഉറ്റ ആ പ്രവചന ശബ്ദങ്ങൾ എല്ലാം തന്നെ അതിന്റെ നിവർത്തി പദങ്ങളിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് യെശയ്യാവ് 9 ഞാൻ മുഖവര പറഞ്ഞ് ഈ രാത്രി ഒത്തിരി സമയങ്ങൾ എടുക്കുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകത്തെ പറ്റി ഒന്നും പറയാൻ സമയമില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില 7 വർഷത്തെ ഒരു ഉപവാസ പ്രാർത്ഥന എന്റെ ചർച്ചയിൽ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ. അതിനുശേഷം വീണ്ടും ചില മീറ്റിങ്ങുകളും ഇന്ന് വെള്ളിയാഴ്ച മുതൽ ഇന്ന് രാത്രി വരെയും ഞാൻ വീണ്ടും വ്യക്തിപരമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും ഉപവാസത്തിലായിരുന്നു 3 ദിവസം. അതിന്റെ അവസാന രാത്രിയും കൂടെയാണ്. സ്തോത്രം. തുടർമാനമായി ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയും എല്ലാ ദിവസങ്ങളും അതിൽ ലീഡിങ്ങും ശുശ്രൂഷകളെല്ലാം ആയതുകൊണ്ട് വലിയൊരു സ്തോത്രം തൊണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കീറി മുറിഞ്ഞ് ഇങ്ങനെ പഴുത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. എങ്കിലും ഈ രാത്രിയിൽ വചനം പ്രസംഗിക്കാനാണല്ലോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്ത ഞാൻ വളരെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന പ്രൈസ് ലോർഡ് സ്തോത്രം സ്തോത്രം കർത്താവിന്റെ ദാസൻ സ്തോത്രം ഷിബു പിന്മഴ ദൈവദാസൻ, എനിക്ക് തോന്നുന്നു ഞാനല്ല ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷിക്കേണ്ടത്. ഷിബു പിന്മഴ എന്ന് പറയുന്ന ശക്തനായ ഒരു ദൈവദാസനാണ് ഈ രാത്രി ശുശ്രൂഷിക്കേണ്ടത്. പക്ഷെ നിയോഗം ഇന്ന് രാത്രിയിൽ എൻ്റെ മേലാണ് വീണത്. ആന്റി അല്ല എന്നെ കറക്റ്റ് ഡയറക്റ്റ് വിളിച്ചത്. ഷിബു പിന്മഴ പാസ്റ്റർ പറഞ്ഞു ഒരു ആന്റിയുടെ മീറ്റിംഗ് ഉണ്ട്, 100 പേര് പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. കർത്താവ് ദാസൻ ആ മീറ്റിംഗിൽ ഒന്ന് ശുശ്രൂഷിക്കണം. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. ഓക്കെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ജസ്റ്റ് ഫോൺ ചെയ്ത സമയത്ത് ഈ കാര്യം പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് എനിക്ക് വൈകിട്ട് എൻ്റെ ചർച്ചിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് മുമ്പ് ഒരു യാത്രയുണ്ടായിരുന്നു. നല്ല ബിസിയാണ്. നാളെ പ്രഭാതത്തിൽ വീണ്ടും ശുശ്രൂഷയ്ക്ക് വേണ്ടി യാത്രയുണ്ട്. എങ്കിലും കർത്താവിന്റെ ദാസൻ പറഞ്ഞതായതുകൊണ്ട് സ്തോത്രം ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് ആന്റി വിളിക്കുമ്പോഴാണ് മനസ്സിലായത് ബീന ആന്റിയുടെ മീറ്റിംഗ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം. കാര്യം പല പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മസാന്നിധ്യമുള്ള ഒരു മീറ്റിംഗ് ആണ്. ഹല്ലേലൂയ. അതിനായി കർത്താവിന് സ്തോത്രം. നിയോഗത്താൽ ആരംഭിക്കുന്നതെല്ലാം ഹല്ലേലൂയ സ്തോത്രം അത് വർധനവിലേക്കും അഭിഷേകത്തിന്റെ നിറവിലേക്കും വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആന്റിലൂടെ ദൈവം ചെയ്യുന്ന വലിയ മിനിസ്ട്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവ് മാനിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാവ് 9 യെശയ്യാവ് സ്തോത്രം സെബൂലിനെയും നഫ്താലിയെയും പറ്റി പ്രവചിക്കുകയാണ്. സ്തോത്രം. ആ പ്രവചന ശബ്ദം ആളുകൾ എന്നെ ചലിപ്പിച്ച ചില ദൂതുകൾ ഞാൻ വേഗത്തിൽ നിങ്ങളുമായിട്ട് എൻ്റെ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നിങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടും. നിങ്ങളെ പരിശുദ്ധാത്മ നിങ്ങളോട് സംസാരിക്കും. വളരെ വാഞ്ചയോടെ പ്രാർത്ഥനയോടെയും ഇരിക്കുക. എൻ്റെ ശബ്ദം ഒക്കെയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. യെശയ്യാവ് 9:1 പ്രൈസ് ദി ലോർഡ്. സെബൂലൂൻ നഫ്താലി എന്ന് പറയുന്ന ആ ദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാലഘട്ടത്തിന്റെ പ്രവചനമാണ്. ഒന്ന് വായിച്ചാട്ടെ.
ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ കടൽക്കര വഴിയായി ഒരു മഹത്വം വരുത്തും. രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഈ നഫ്താലി, സെബൂലൂൻ, നമ്മൾ ഇതിനെപ്പറ്റി ഒത്തിരി പ്രസംഗങ്ങളും മെസ്സേജുകളും ഒക്കെ കേൾക്കുകയും ഇത് പഠിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് ദൈവം എനിക്ക് എന്റെ പ്രാർത്ഥനാ റൂമിൽ തന്ന ചില പ്രത്യേക ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഈ സെബൂലൂൻ നഫ്താലിയെ പറ്റി പഠിക്കുമ്പോൾ പ്രൈസ് ലോർഡ്, അവർക്ക് ഇവിടെ വായിച്ചത് ഹീനത വരുത്തി, ഹീനത പറ്റി. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ലോർഡ്, അവരുടെ മേൽ ഒരു ഹീനത എന്ന് പറഞ്ഞാൽ മാന്യത വരേണ്ടുന്ന ഒരു കൂട്ടരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് വന്നു? ഒരു ഹീനത പറ്റി ഭയങ്കര വാക്തത്വങ്ങളൊക്കെയാണ് നമ്മുടെ കൂട്ട് തന്നെ. ശക്തമേറിയ വാക്തത്വങ്ങളാണ് ഓരോരുത്തരുടെ മേലും കിടക്കുന്നത്. പക്ഷേ പലപ്പോഴും വാക്തത്വങ്ങൾ നടക്കുന്നതിന് വിപരീതമായിട്ട് പലപ്പോഴും ഹീനതകൾ പറ്റാറുണ്ട്, അല്ലെ? ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ദൈവശബ്ദങ്ങൾക്ക് അനുസരിച്ചൊന്നും അല്ല ചിലപ്പോൾ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതിൽ ചിലരെങ്കിലും നിരാശരൊക്കെ വരുന്നവരുമുണ്ട്, അല്ലെ? പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിങ്ങളോടാണ് ദൈവത്തിന്റെ ശബ്ദം ശക്തിയോടെ മുഴങ്ങാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടെ കൂടിയാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി തൊടാൻ പോവുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവശബ്ദത്തിന് നിങ്ങൾ വില കൊടുത്ത ഞാനൊരു കാര്യം പറയാം. പ്രൈസ് ലോർഡ്. തീർച്ചയായിട്ടും ആദിമ മണ്ഡലങ്ങളെ എത്ര പ്രതികൂലമാണെങ്കിലും പരിശുദ്ധാത്മാവ് അതിനെ പണിഞ്ഞെടുക്കുക തന്നെ ചെയ്യും. എൻ്റെ ഇപ്പോൾ നല്ല സ്നേഹിതനായിരിക്കുന്ന ഒരു ബ്രദർ കോട്ടയംകാരനാണ്. അവർ UK ഇപ്പോൾ ആയിരിക്കുന്നു. കഴിഞ്ഞ വർഷം എന്നെ അദ്ദേഹം വിളിക്കുന്നത് കേരളത്തിൽ വന്നിട്ട് അവരുടെ 40 വയസ്സിന് ഉള്ളിൽ പ്രായമുള്ള ആ ബ്രദറിന് ഡിവോഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഡിവോഴ്സ്, കുടുംബ തകർച്ചകൾ. പെന്തക്കോസ്ത് കുടുംബമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പക്ഷേ ഡിവോഴ്സിന് പോകത്തക്കവണ്ണം നാളുകൾ കാത്തിരുന്ന് 2 ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചു. പക്ഷേ ഹല്ലേലൂയ സന്തോഷിക്കേണ്ടുന്ന സമയത്ത്, ഞാനിപ്പോൾ വായിച്ചതുപോലെ മാന്യത വരേണ്ട സമയത്ത് എന്തോ വന്നു? ഹീനത വന്നു. പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളുമായിട്ട് അവർ സന്തോഷത്തിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തി ആ സന്തോഷം പങ്കുവെച്ച് രണ്ടുപേരുടെ സന്തോഷിക്കേണ്ട ആ സമയത്ത് പെട്ടെന്ന് അവരുടെ കുടുംബത്തിനകത്തേക്ക് ആ പിശാചിന്റെ പദ്ധതികൾ അവൻ അഴിച്ചുവിട്ട് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ആ കുടുംബം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്. 40 വയസ്സിനകത്ത് പ്രായമുള്ള ആ 2 വ്യക്തികൾ അവർക്ക് തമ്മിൽ ഒട്ടും യോജിക്കാൻ കഴിയാതെ വണ്ണം അവരുടെ ഫാമിലി രണ്ടുപേരും ആ വിഷയത്തിൽ ഇടപെട്ടു. 2 സഭകൾ ഇടപെട്ടു. അവസാനം എല്ലാവരുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അവര് ഒരു തീരുമാനമെത്തി, ഇനി പറ്റില്ല. കേരളത്തിലേക്ക് അവര് കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അഡ്വക്കേറ്റിനെ 2 കുടുംബവും കണ്ട് അങ്ങനെ അതിന്റെ പേപ്പർ വർക്ക് നടത്താൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ്. 1 മാസത്തെ ലീവ് എടുത്ത്. പക്ഷേ എന്റെ സ്നേഹിതൻ പാസ്റ്റർ പ്രതീഷ് കണ്ണൂർ അദ്ദേഹത്തിന്റെ ഓൺലൈൻ മീറ്റിംഗിൽ വെച്ച് എന്റെ നമ്പർ എടുത്ത് അദ്ദേഹം ഒരിക്കൽ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, ആ ചെറുപ്പക്കാരൻ വളരെ നിരാശയോടെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ഒരു ജീവിതം, ഞാൻ വളരെ തകർന്ന ഒരു മാനസിക നിലയിലാണ്. എൻ്റെ പേര് ഇന്നതാണ്, ഞാനിപ്പോൾ കേരളത്തിലുണ്ട്, ഞാൻ UK ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ വന്നത് ഇന്ന വിഷയത്തിന് വേണ്ടിയാണ്. 1 മാസം കഴിയുമ്പോൾ അതിനകം വെച്ച് എൻ്റെ കുടുംബം എന്നിൽ നിന്ന് അകന്നു പോകും. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. ഒരു തകർന്ന മാനസിക അവസ്ഥ. ഞാൻ ഇപ്പൊ രാത്രിയിലായിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ആത്മാവിൽ അന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, അഡ്വക്കേറ്റ് പറയുന്നതും നിങ്ങളുടെ ഓൺ ഐഡിയും എല്ലാം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിഷ്ഫലമാക്കിയിട്ട് പരിശുദ്ധാത്മാവിന്റെ വാക്കിനനുസരിക്കാമെങ്കിൽ, അതിനു മുമ്പിൽ സമർപ്പിക്കാമെങ്കിൽ, ആത്മാവ് പറയുന്നു, ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളെ കുടുംബമായി തിരികെ UK അയക്കുമെന്ന് ഒരു ദൂത് പറഞ്ഞു. അത് ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്
അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അന്ന് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ ആശ്വാസം ലഭിച്ചു. അദ്ദേഹം വീണ്ടും പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പാസ്റ്ററെ അങ്ങ് പറഞ്ഞ ദൂത് എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, പക്ഷേ എന്താ അങ്ങനെ പറയാൻ, ദൈവശബ്ദമാണോ എന്താ, എനിക്കത് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റ് പറഞ്ഞു, അവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് പറഞ്ഞത് ഇങ്ങനെ നീങ്ങണം, ഇങ്ങനെ നീങ്ങണം, കോടതിയിൽ ഇങ്ങനെ പറയണം, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരു മാസം പോകത്തില്ല, ഒരാഴ്ച കൊണ്ട് തന്നെ ഡിവോഴ്സ് ആകും. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അഡ്വക്കേറ്റ് പറഞ്ഞു ഒന്നും പറയരുത്, അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആത്മാവിൽ അന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ഇരുട്ടിന്റെ വ്യാപാരത്തെ ആത്മാവിൽ അതിനെ ശ്വാസിച്ചു കഴിയുമ്പോൾ പ്രൈസ് ലോർഡ്, അല്ല മഞ്ഞ് ഉരുകി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ആ കുടുംബത്തിലെ മഞ്ഞ് പോലെ ആ വലിയ മല പോലെ ഇരിക്കുന്ന വിഷയത്തെ കർത്താവ് ഉരുക്കുവാൻ വേണ്ടി തുടങ്ങി. എന്താ സംഭവിച്ചത്? പ്രൈസ് ലോർഡ്, ഒരാഴ്ച കഴിയുമ്പോൾ പ്രൈസ് ലോർഡ്, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വളരെ ഒരിക്കലും അസാധ്യമായ ഒരു വിഷയം നടക്കാൻ പോവുകയാണ്. അവർ തമ്മിൽ ഒരു ധാരണ എത്തി, നമുക്ക് ഒരുമിച്ച് ഒന്ന് സംസാരിക്കണം. വർഷങ്ങൾക്ക് ശേഷമാണ് ആ കുടുംബങ്ങൾ ഒരുമിച്ച് സംസാരിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ അവര് കോട്ടയത്ത് ഒരു പബ്ലിക് പ്ലേസ് ചൂസ് ചെയ്ത് ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ ഡേറ്റ് തീരുമാനിച്ചു. അന്ന് അവിടെ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ അല്പം മനസ്സുകൾ തമ്മിൽ അടുക്കുവാനിട വന്നു. ഹല്ലേലൂയ. അന്ന് അവർ തമ്മിൽ ഒരുമിച്ച് ഒരു സംസാരിക്കാൻ പോകുന്നു എന്ന് അഡ്വക്കേറ്റ് അറിഞ്ഞിട്ട് അഡ്വക്കേറ്റ് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡിമാൻഡ് വെച്ച് സംസാരിക്കണം, ഇങ്ങനെ പറയാവൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു വാക്ക് നാളെ പറയരുത്, ഇങ്ങനെ പറയാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. അവരങ്ങനെ അനുസരിച്ചു. അദ്ദേഹം അതുപോലെ സംസാരിച്ചു. എന്താ സംഭവിച്ചത്? ആ ചർച്ചയ്ക്ക് ശേഷം ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയുമായിട്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞു, അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ രണ്ട് കുടുംബങ്ങൾ സമ്മതിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. ആ ചർച്ചയിൽ, ആ സംസാരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ തൊട്ടു. പ്രൈസ് ലോർഡ്. അവർ തീരുമാനമെടുത്തു, കൊടുത്ത കേസിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകുക, ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. അന്ന് ക്യാൻസൽ ചെയ്തു. ദുഷ്ടശക്തി, അന്ധകാര ശക്തി, കുടുംബങ്ങളെ തകർക്കുന്ന ഇരുട്ടിന്റെ ശക്തി ആ കുടുംബത്തെ വിട്ട് പുറത്തുപോയി. ഹല്ലേലൂയ. അഡ്വക്കേറ്റിന്റെ കോളിനെ അവർ ബ്ലോക്ക് ചെയ്തു. ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞു. സഹോദരം, അവർ കോടതിയിൽ ചെന്നു. ആ വിഷയത്തെ അവർ പരിഹരിച്ചു. പ്രൈസ് ലോർഡ്. ഒരു മാസം തീരുന്നതിന് മുമ്പ് അവര് കുടുംബമായി UK മടങ്ങിപ്പോയി. ഇന്ന് അവർ UK വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ശക്തിയോടെ നിൽക്കുന്നു എന്ന് അറിയുവാനിട. രാത്രിയിൽ ദൂത് നിന്റെ മേൽ ഉണ്ടെങ്കിൽ, വാക്തത്വമുണ്ടെങ്കിൽ, മാന്യതയ്ക്ക് പകരം ചില ഹീനതകൾ വരുത്തുവാൻ വാക്തത്വമുള്ള ചില കുടുംബങ്ങൾക്ക് നേരെ ശത്രു ഇടുന്ന പദ്ധതികളെ, ഈ ഉപവാസത്തിന് എത്രാമത്തെ രാത്രിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു, ചില കുടുംബങ്ങളിൽ നിന്ന് ആ പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രി ആത്മാവ് ശാസിക്കുന്ന രാത്രിയാണ്. ദൂത് ഏറ്റെടുക്കുന്നത് അല്പസമയങ്ങള് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. മാന്യതകൾ വരേണ്ടുന്ന കാലഘട്ടം, ദൈവത്താൽ മാനിക്കപ്പെടേണ്ട സീസണിൽ നിന്റെ തലയെ കുനിക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കുന്ന രാത്രിയായി മാറട്ടെ. ഡോക്ടർ റീന ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ദൈവ പദ്ധതികൾക്ക് വേണ്ടി നീ ഒരുങ്ങുക. റമനെ, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ മാന്യതയായി വെളിപ്പെടാൻ പോവുകയാണ്. റമലെ റബദുരിയാം ശബ്ദനെ, അതിന് ചില അടയാളങ്ങൾ വിതിൻ 1 month, ഒരു മാസത്തിന്റെ ഉള്ളിൽ നിന്റെ മുമ്പിൽ അടയാളമായി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. രാത്രി ദൂതനെ റിസീവ് ചെയ്ത് ഇന്ന് മുതൽ പ്രാർത്ഥിച്ച് ആരംഭിക്കട്ടെ. റഖോനി പ്രമോനിയ റബലഘടകതന, തകർന്ന അവസ്ഥയിൽ ഏതോ വിഷയത്തിൽ നിരാശയോടിരിക്കുന്ന സിസ്റ്റർ ഫേബ, റിമന ആത്മാവ് പറയുന്നു, റബലെ ശതുരി റബത്തുനിയ, ഹല്ലേലൂയ ഹല്ലേലൂയ, റിബലെ റബത്തുനി, നീ ആയിരിക്കുന്ന മേഖലകളിൽ റബലെ ഒരു മഹത്വം നിന്റെ മേൽ ചലി
വിളിക്കുന്ന രാത്രിയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്റെ കുടുംബ മണ്ഡലത്തിൽ നാളുകളായി നീ കരയുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവപ്രവർത്തി രാത്രി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ അത്യുന്നതന്റെ കരം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാണ്. ഓ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. രാത്രിയുടെ യാമങ്ങൾ നീ പകലാക്കി പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു നിന്നെ ആത്മാവ് തൊട്ട് ചില വിഷയങ്ങൾക്ക് മറുപടി തരാൻ പോകും. ജസീറ എന്ന് പറയുന്ന ആത്മാവ് പറയുന്നു അർദ്ധരാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ ചില ദൈവ പ്രവർത്തികൾ നിന്നെ നടക്കാൻ പോവുകയാണ്. റിബല റമന രഗതരഗടഗതന അത്യന്തമായ അഭിഷേകത്തിന്റെ പകർച്ച രാത്രി നിന്റെ മേൽ ആത്മാ പകരുമ്പോൾ തന്നെ അടമ രഗതന ബടകരഗതുനിയാം ശബ്ദനെ രഗതുനി റബലെ ബ്രമോനിയ ശബ്ദനെ രഗതുനി യേശുവിന് അധികാരമുള്ള നാമത്തിൽ തടസ്സം പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില വിഷയങ്ങളെ കർത്താവ് രാത്രി പൊട്ടിച്ചു മാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. The mighty name of Jesus. സംഭവിക്കട്ടെ. ഹീനത പറ്റി സ്വതന്ത്രം. പക്ഷേ ഇവിടമേയുള്ള വാക്തത്വം ഭയങ്കര വാക്തത്വം. വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 49 അധ്യായം 13, 21 വാക്യങ്ങൾ വായിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 49, 13, 21. ഓ ജീസസ്. സൂര്യൻ സമുദ്രതീരത്ത് വസിക്കും, അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും, അവന്റെ പാർശ്വം സീദോൻ വരെയാകും. ഇസഹാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു. അവൻ ചുവടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് ദാസനായി തീർന്നു. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. നഫ്താലിയും സെബൂലിൻ ഭയങ്കര ദൂത. ഈ രണ്ടുപേരെ പറ്റി ഭയങ്കര ദൂത കിടക്കുന്നത് പ്രവചനം അല്ലേ? എന്താണ്? ആ സമുദ്ര തീരത്ത് വസിക്കും, കപ്പൽ തുറമുഖത്ത് അവർ പാർക്കും അല്ലെ? അതാണ് സെബൂലിൻ. നഫ്താലിയെ പറ്റി അവൻ സ്വതന്ത്രമായി നടക്കുന്ന പേടമാണ്. എങ്ങനെയാ? സ്വതന്ത്രമായി നടക്കുന്ന പേടമാണ്. അവനെ ബന്ധിക്കാൻ പറ്റത്തില്ലെന്ന് ചുരുക്കം. പ്രൈസ് ലോർഡ്. അവന്റെ മേൽ ഭയങ്കര ദൂത് കിടക്കുക. പക്ഷെ ഇപ്പോഴോ മൊത്തം ബന്ധിക്കപ്പെട്ട് കിടക്കുക. അല്ല, മനസ്സിലാവും? നിങ്ങളുമായിട്ട് ഈ ദൂത് റിലേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ, എഴുതി വെച്ചോ, സ്തോത്രം ചെയ്തോ. വിടുതൽ സംഭവിക്കും. ഒരാമേൻ പറഞ്ഞ യേശുവിന്റെ നാമത്തിലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വതന്ത്രമായി നടക്കേണ്ടുന്നവനാ. ഭയങ്കരമായ ഫ്രീഡം ആത്മാവിൽ പ്രാർത്ഥനയിൽ നേടേണ്ടുന്ന വ്യക്തിയാ. പക്ഷേ ഇപ്പോൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ? ഒന്നുണ്ട് വാക്യങ്ങൾ വായിക്കാം. മത്തായി 4:23, 24 വായിച്ചാട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ. സ്തോത്രം. യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ സോദരം, യേശു ഈ നഫ്താലി സെബൂലൂൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്തൊക്കെയാണ്? ദീനം പിടിച്ചവർ, വ്യാധി പിടിച്ചവർ, ബാധകളാൽ വലഞ്ഞവർ. ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. വലഞ്ഞവർ, പിന്നെന്തുവാ? ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതം പിടിച്ചവർ. ഇതെല്ലാം എല്ലാ കുടുംബത്തിലും ഇപ്പൊ വാഴുന്നത് എന്തുവാ? ഈ ശക്തികളാ. ഇതിന്റെ ആത്മീയ മണ്ഡലം നിങ്ങൾ ഗ്രഹിക്കണം. പ്രൈസ് ലോർഡ്. പക്ഷപാതം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിന്റെ ആത്മീയ കണ്ടിൽ നിങ്ങൾ ആ ദൂതനെ റിസീവ് ചെയ്യണം. പ്രൈസ് ലോർഡ്. അപ്പൊ യേശു സെബൂലുൻ നഫ്താലി ദേശത്ത് എന്നപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ഈ കിടപ്പ് കിടക്കുക. ആമേൻ. അപ്പൊ ദൂതെന്തുവാ? നീ സ്വതന്ത്രമായി നടക്കുന്ന പേടമാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഇപ്പോഴോ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഭൂതഗ്രസ്തർ അല്ലെ? ബാധകളാൽ വലഞ്ഞു പോയവർ. വലഞ്ഞു കിടക്കുക. സ്വതന്ത്രം. അതാ യെശയ്യാവ് കണ്ടിട്ട് പ്രവചിച്ചത് ഹീനത വരുത്തി, ഹീനത പറ്റിപ്പോയി. ഒന്നുണ്ട് വാക്കിയുടെ വായിക്കാം. 2 ഈ പക്ഷപാതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ. മർക്കോസ് 2 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചത്. മർക്കോസ് 2 3-4.
അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു. പക്ഷവാതക്കാരന് കിടക്കയോടെ ഇറക്കി വെച്ചു. പ്രൈസ് ലോർഡ്. എന്തോ പക്ഷപാതം? പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ അവന് ചലിക്കണമെങ്കിൽ, അവന് മൂവ് ചെയ്യണമെങ്കിൽ, അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എത്ര പേര് വേണം? 4 പേരെങ്കിലും വേണം. 4 പേര് തള്ളിയാലേ ഈ വണ്ടി പോകൂ. പ്രൈസ് ലോർഡ്. ഇതാണ് അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് ചലിക്കണം. ദൈവരാജ്യത്തിൽ ഇതിന്റെ ആത്മീയ അർത്ഥം എടുക്കണേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ ഒന്ന് ചലിക്കണമെങ്കിൽ 4 പേര് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റഖ പ്രമാണ ശംദന. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ അഭിഷേകം ഇറങ്ങിയ നീ പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ചിലനൊക്കെ ആത്മാവുണ്ട് ഓടിക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? റഖാബ 2025 12 മാസവും പ്രൈസ് ലോർഡ് പക്ഷപാതം പിടിച്ചു കിടക്കുന്ന രോഗിയെ പോലെ നിന്റെ ആത്മമണ്ഡലങ്ങൾ ആയിരുന്നെങ്കിൽ രാത്രി ഒന്ന് ആമേൻ പറ. പ്രൈസ് ലോർഡ്. നിന്നെ ആത്മാവൊന്ന് തൊട്ടാൽ 26-ൽ 4 പേര് ചുമക്കണ്ട. യേശുവിന്റെ നാമത്തിൽ നീ കുതിക്കുന്ന വർഷമായി മാറും. ആത്മമണ്ഡലത്തിൽ ഈ ദൂത് എത്ര ഏറ്റെടുക്കുക? എനിക്ക് അറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ദൂതനെ റിസീവ് ചെയ്യാൻ കഴിവുള്ളവർ ആത്മാവിൽ പ്രവചിച്ചോ. നിങ്ങളുടെ പേരൊന്നും വിളിച്ചില്ലെങ്കിലും പ്രൈസ് ലോർഡ് നിങ്ങൾ ആയിരിക്കുന്ന ശകലകരകഥന ആത്മാവിന്റെ തീരം യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ ചലിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ സ്ട്രക്കായി പോയതിനൊക്കെ രാത്രി ആത്മാവ് പറയുന്നു, ഈ ശക്തി നിന്റെ മേൽ ഇറങ്ങിയ മഹത്വം കടൽക്കര വഴിയാൻ ഒരു മഹത്വം വരുന്ന ഒരു വാക്തത്വം കിടക്കും. എന്തുവാ? കടൽക്കര വഴി ഒരു മഹത്വം. അത് നിന്നെ തൊട്ടാൽ, നിന്നെ നിറച്ചാൽ, നിന്റെ തലമുറയെ നിറച്ചാൽ, പക്ഷപാതം പിടിച്ച് നിന്നെ കിടത്തിയ കിടക്കകളെ കർത്താവ് പറഞ്ഞില്ലേ, 38 ആണ്ട് ഒരുവൻ കിടക്കിയ കർത്താവ് എടുത്തോണ്ട് പോടാ, കിടക്കി എടുത്തോണ്ട് പോ. പ്രൈസ് ദി ലോർഡ്. ഇനി കുളം കലങ്ങാൻ അച്ചായന്മാര് സഹായിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് എഴുന്നേൽക്ക്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ഒന്ന് എഴുന്നേൽക്ക. 2025 ആത്മാ പറയുന്നു, നീ ഒന്ന് എഴുന്നേൽക്ക. നിന്നെ ചുമന്നോണ്ട് പോയില്ലേ? നിന്നെ ചുമന്നോണ്ട് ചില മേഖലകളിൽ ചിലര് പോയില്ലേ? ആത്മാ പറയും, നീ ഒന്ന് എഴുന്നേക്കാമോ? പ്രാർത്ഥന എഴുന്നേക്കാമോ? ഈ രാത്രി ആത്മാ നിന്നെ ചലിപ്പിക്കുന്ന രാത്രിയാ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതാ പക്ഷപാതം. സ്വതന്ത്രം പള്ളിയുടെ അകത്ത് വന്നാലോ അതിനെക്കാളും കഷ്ടം. മർക്കോസ് 3:1 വായിച്ചേ. മർക്കോസ് 3:1. പ്രൈസ് ലോർഡ്. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് പള്ളിയുടെ അകത്ത് ചെന്നപ്പോ എന്തോ അവസ്ഥ? വരണ്ട കൈയുള്ള മനുഷ്യൻ. ഈ വരണ്ട കൈ എന്തുവെന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ കരം നീട്ടിയേ കൊടുക്കുന്നല്ലേ? പ്രൈസ് ലോർഡ്. ഇപ്പൊ നേരത്തെ ഒരു ആന്റി പറഞ്ഞല്ലോ, സ്വതന്ത്രം ദൈവനാമത്തിന് കൊടുത്ത കാര്യം. പ്രൈസ് ലോർഡ്. വലം കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ വെച്ചാൽ കൊടുക്കാൻ പറ്റൂ? ഇങ്ങനെ ഇരുന്ന കൈ വല്ലതും കൊടുക്കാൻ പറ്റൂ? നമ്മള് മാന്യമായിട്ടേ കൊടുക്കുന്ന എങ്ങനെയാ? വല്ല എടുത്തിട്ടല്ലേ കരം കൊണ്ട് നീട്ടി അങ്ങനെ കൊടുക്കും. സ്വതന്ത്രം. അപ്പൊ ഇവന്റെ കരം ഇപ്പൊ എങ്ങനെ ഇരിക്കുക? വരണ്ടു പോയി. സ്വതന്ത്രം പറഞ്ഞാണ്ട് പ്രിയരെ, എന്തുവാ ദൂത്? നീ എവിടെ പാർക്കും? പ്രൈസ് ലോർഡ്. നഫ്താലിയെ സെബൂലുനെ നീ കടൽക്കരയിൽ പാർക്കും. നീ എന്തുവാ കപ്പൽ തുറമുഖത്ത് പാർക്കും. നീ സ്വതന്ത്രമായി നടക്കുന്ന വേടമാൻ. ഭയങ്കര ദൂതൊക്കെയാ. പക്ഷെ ഇപ്പൊ എന്തുവാ? കൈ വരണ്ടുപോയി, പക്ഷപാതം പിടിച്ച അവസ്ഥയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ മേഖലകളെയാ ഈ ദൂത് ചലിപ്പിക്കാൻ പോകുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 4:14 വരുമ്പോൾ ഈ നഫ്താലിയുടെ സെബൂലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വീണ്ടും കാണാം. അതുകൂടെ വായിച്ച് 4:14 വായിച്ച്. മത്തായി 4:14. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം ഇരുട്ടിൽ. അതിന്റെ 15 വായിച്ച. 15
അതാ വായിച്ചത്. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന വലിയൊരു ജനം വെളിച്ചം കണ്ടു. ആ മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് മരണത്തിന്റെ ആ വാക്യം പറഞ്ഞാട്ട് എന്താണ് മരണത്തിന്റെ ദേശത്തിനും ആ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മരണത്തിന്റെ ആ പദം എടുക്കാനാണ് ഞാൻ ആ വാക്യം വായിപ്പിച്ചത്. എന്താണ്? മരണത്തിന്റെ ദേശത്തിലും നിഴലിൽ ഇരിക്കുക ദേശം. രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇപ്പൊ ജീവനിൽ വാഴേണ്ടുന്ന നഫ്താലിയും സെബൂലൂനും ഹീനത പറ്റി ഇപ്പൊ എന്തോ എവിടെ ഇരിക്കുക? മരണ നിഴലിന്റെ കീഴിൽ ഇരിക്കുക. പ്രൈസ് ലോർഡ്. രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ജീവന്റെ ശക്തി വാഴാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റക പ്രമേനിയ റഗ ശബ്ദന ദൈവശക്തി ചലിക്കുക യേശുവിന്റെ നാമത്തിൽ. ഓ റഗടകടകദന. അപ്പോൾ ഇതാണ് ഇന്നയുടെ അവസ്ഥ. ഭയങ്കര വാക്തത്വം ഉണ്ടെങ്കിലും ഇപ്പൊ എന്തുവാ? മരണനിഴലിന്റെ കീഴിയിരിക്കുക, പക്ഷപാതം പിടിച്ചിരിക്കുക, ഹീനത പറ്റിയിരിക്കുക, മരണത്തിന്റെ നിഴൽ കൂരിലിന്റെ കീഴിയിരിക്കുക. പക്ഷേ ആ ഹീനത പറ്റി അതിനെ മുഴുവൻ ചേർത്ത് യെശയ്യാവ് പ്രവചിച്ചു. നഫ്താലി സെബൂലുൻ ഹീനത വരുത്തി. അപ്പോൾ ഹീനതയിലിരിക്കുക. പക്ഷെ ഒരു പ്രവചനം, ഒരു വാക്തത്വം കൈമാറി. എന്താ വാക്തത്വം? കടൽക്കര വഴിയായി ഒരു മഹത്വം വരുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദൂത് നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ഓ 2025 ഓ ഹല്ലേലൂയ. ഓ റബ്രമ ഡിസംബർ മാസം ഹല്ലേലൂയ. ഏതൊക്കെയോ ഹീനതകൾ വന്നോ കർത്താവേ. ഓ പ്രാപിക്കാൻ ചിലതൊക്കെ കഴിഞ്ഞില്ല. ഒത്തിരി ദൂതുകൾ കേട്ടു, ഒത്തിരി മീറ്റിംഗിൽ പങ്കെടുത്തു. പക്ഷെ ഇപ്പോഴും ചില വാക്തത്വങ്ങൾ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഓ ചിലതിന്റെയൊക്കെ കീഴിലാകപ്പെട്ടു പോയതുപോലെ. പക്ഷെ ആത്മാവ് പറയുന്നു ഇന്ന് രാത്രി നിന്നെ തേടി ഒരു മഹത്വം വരാൻ പോകുന്നു. എത്ര പേർ രാത്രിയിൽ ദൂത് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ കടൽക്കര വഴിയായി ഒരു മഹത്വം വരുന്നുണ്ട്. വിശ്വസിച്ച് അങ്ങനെ തന്നെ ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ റബലഗടഗദന. ഓ അഭിഷേകത്തിനെ, ബിജു തോമസ് അഭിഷേകത്തിനെ, നിങ്ങളുടെ കുടുംബത്തെ നോക്കി ആത്മാ പ്രവചിക്കുക. റിബലബറമ ഇതുവരെ കാണാത്ത ഒരു മഹത്വം റിമന കുടുംബ മണ്ഡലത്തിൽ അഭിഷേക മേഖലകളിൽ ചലിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. റംറമേ രഗതുനിയ അങ്ങനെ തന്നെ സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. രഗടക രഗടക രഗതുനിയ. അതിനുവേണ്ടി ആത്മാവിൽ എന്റെ ജനം ഒരുങ്ങട്ടെ. റബ ദബ റബ. ചില ടേണിംഗ് പോയിന്റുകൾ ആത്മാ തരാൻ പോകുന്നത് പരിശുദ്ധാത്മാ പറയുന്നു. റിബ്രമേ ലഗതുനി റബലഗടക രഗതുനിയ റബൗലി റാംബ്രമേ ശഗലഗദന റബോ ലബോറിയ റബോനിയ റബ്രമേ ലഗതുനി റബദലഗടഗദനം ദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലൂടെ ചിലർ ഈ ദിവസങ്ങളിൽ നിറയാൻ പോകുന്നു, വിടിവിക്കപ്പെടാൻ പോകുന്നു. ചില ശൂന്യതകളെ നിന്നിലൂടെ ആത്മാവ് മാറ്റാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കടൽക്കര വഴിയായി ഒരു മഹത്വം വരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വേദഭാഗം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, മർക്കോസ് സുവിശേഷം അതിന്റെ 3-ാം അധ്യായവുമായിട്ട് ഈ ദൂതിനെ കണക്ട് ചെയ്തു. ഒരു പ്രഭാതത്തിൽ ഞാൻ വചനം ധ്യാനിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്ന് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വചനം ധ്യാനിക്കാൻ വേണ്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ വചനം ധ്യാനിക്കുന്ന സമയം തുടർമാനമായിട്ട് ഇങ്ങനെ വായിച്ചു വരികയാണ്. അന്ന് മർക്കോസ് സുവിശേഷമാണ് വായിക്കേണ്ടത്. മർക്കോസ് സുവിശേഷം പ്രൈസ് ലോർഡ്, സ്തോത്രം, സ്തോത്രം, 3-ാം അധ്യായം. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഞാൻ തലേ ദിവസം വായിച്ച അധ്യായമാണ്. അന്ന് വായിക്കേണ്ടത് പ്രഭാതത്തിൽ 4-ാം അധ്യായമാണ് പ്രൈസ് വായിക്കേണ്ടത്. പ്രൈസ് ലോർഡ്. പക്ഷെ ഞാൻ 4-ാം അധ്യായം എടുത്ത് ഇങ്ങനെ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു 3-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. 3-ാം അധ്യായം. അപ്പം എന്റെ മാനുഷികമായിട്ട് ഞാൻ പറഞ്ഞു, ചിന്തിച്ചു, ഇന്നലെ ഞാൻ 3-ാം അധ്യായം വായിച്ചതായതുകൊണ്ട് ഇന്ന് 4-ാം അധ്യായമാണല്ലോ വായിക്കേണ്ടത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ സമ്മതിക്കുന്നില്ല. എന്നോട് ശക്തമേറിയ ഇടപെടുകയാണ്. 3-ാം അധ്യായം വായിക്കുക. സ്വത്രം, ഞാൻ ഇന്നലെ 3-ാം അധ്യായം വായിച്ചതാണ്. പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല. പ്രൈസ് ലോർഡ്. പക്ഷെ അന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു 3-ാം അധ്യായം ഒന്നുകൂടെ വായിക്കുക. പ്രൈസ് ലോർഡ്. അന്ന് ഞാൻ വീണ്ടും വായിക്കാൻ വേണ്ടി അധ്യായം തുറന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. സ്വത്രം, ഈ യെശയ്യാവ് 9:1 പരിശുദ്ധാത്മാവ് ആ ദൂതിനെ അധ്യായത്തെ കണക്ട് ചെയ്ത് ചില ദൂതുകൾ എന്നോട് കൈമാറി. ആ ദൂത് ഞാൻ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മഹത്വം
വരും. ഇതാണ് വാഗ്ദത്തം. കടൽക്കര വഴിയായി യോർദാന്റെ അക്കരെ, അല്ലെ, ഒരു വലിയ മഹത്വം വരാൻ പോകുന്നു. യെശയ്യാ പ്രവചിച്ചു. അപ്പൊ ദൈവാത്മാവ് ആ പ്രവാചകനോട് പറഞ്ഞത്, മഹത്വം വന്നാൽ എന്തൊക്കെ സംഭവിക്കും? നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ വ്യക്തിപരമായ ലൈഫിൽ മഹത്വം വന്ന് കഴിയുമ്പോൾ നടക്കുന്ന ചില വിഷയങ്ങളാണ് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വായിച്ചാണ്. നിർത്തി വായിച്ചാണ്. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ, നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ദൂതുകൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞോ? സമയം 10 മിനിറ്റ് കൊടുക്കാമോ? ഇല്ല, കഴിഞ്ഞില്ല. ഓക്കെ. പ്രൈസ് ലോർഡ്. ദൈവാത്മാവ് പ്രഭാതത്തിനോട് പറഞ്ഞ ദൂത്, മഹത്വം വരും, അല്ലെ? ഇതാണ് ദൂത്. കടൽക്കര ഹീനത പറ്റിയെങ്കിലും കടൽക്കര വഴി, പിന്നത്തേതിൽ കടൽക്കര വഴിയായി എന്ത് വരുന്നു? ഒരു മഹത്വം വരുന്നു. എന്താണ് മഹത്വം? നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ, പ്രൈസ് ലോർഡ്, 40 ദിവസം മരുഭൂമിയിൽ ഉപവസിക്കുവാൻ ആത്മാവ് അവനെ നയിച്ചു. 40 രാവും പകലും ഉപവസിച്ച് പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്കോസ് 4:14 പറയുന്നു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. ഒരാമയും പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഗലീല നാട്ടിൽ നഫ്താലി സെബൂലും നഫ്താലി നാട്ടിലേക്ക് യേശു എൻട്രി ചെയ്യുകയാണ്. ഇതാണ് മഹത്വം വരുന്നു എന്ന്, കടൽക്കര വഴിയായി മഹത്വം വരുന്നു എന്ന് യെശയ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ദൂത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ ആത്മശക്തിയോടുകൂടിയുള്ള എൻട്രൻസ്, ഹല്ലേലൂയ, ഇതിനെയാണ് യെശയ്യാവ് പ്രവചിച്ചത്. പിന്നത്തേതിൽ സെബൂലിന് നേരെ, നഫ്താലിക്ക് നേരെ ഒരു മഹത്വം വരുന്നുണ്ട്. അപ്പോൾ ഈ മഹത്വം വന്നു കഴിയുമ്പോൾ എന്തൊക്കെ നടന്നു, എന്തൊക്കെ നടക്കും? ഇതാണ് ആത്മാവ് എനിക്ക് റിവീൽ ചെയ്തത്. ഒന്ന്, യേശു ഹല്ലേലൂയ അവിടെ ചെയ്തത് നമ്മൾ കണ്ടോ. വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഈ കൈ ഇങ്ങനെ വരണ്ടിരുന്ന പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷമാണ് 26-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അതോ 16-ാം അധ്യായം. സ്വതന്ത്രം. അവിടെ 2 വ്യക്തികളെ കാണാൻ പറ്റും. ഒന്ന്, എന്ത് കിട്ടും എന്ന് പ്രതീക്ഷ നടക്കുന്ന ഒരു വ്യക്തി. വേറെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും, കർത്താവിന് എന്ത് കൊടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വചന അധ്യായത്തിൽ കണ്ട 2 കാര്യം. ഒന്ന്, ഒരു വ്യക്തി ആരാന്നറിയാമോ? അവന്റെ പേര് ഇസ്കരിയോത്ത് യൂദ. അവന് കിട്ടും, എന്ത് കിട്ടണം? 30 വെള്ളിക്കാശ് കിട്ടണം. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുക? കർത്താവിനെ ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുക്കാൻ ഇങ്ങനെ തക്കം പാത് നടക്കുക. കൂടെ വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ ചിന്ത മൊത്തം ഇത് എങ്ങനെ ഒപ്പിക്കാം, ഇത് എങ്ങനെ അവിടെ എന്നും ഇവിടെ എന്നും ഒക്കെ എങ്ങനെ കിട്ടും. പുള്ളി ഒന്നും കൊടുക്കത്തില്ല, എല്ലാവരും കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അങ്ങനത്തെ യൂദയുടെ സ്പിരിറ്റ് ഒക്കെ പൊട്ടി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ കിട്ടാൻ വേണ്ടിയല്ല നീ നിൽക്കേണ്ടത്, നീ വിതയ്ക്കാൻ റെഡിയാകണം. രാമൻ പറഞ്ഞാട്ടെ, യേശുവിനെ വിതച്ചാലേ കിട്ടത്തുള്ളു. ഹല്ലേലൂയ. എത്ര പേര് രാമൻ പറയും? എത്ര പേര് രാമൻ പറയും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ യൂദയുടെ സ്പിരിറ്റ് എന്തുവാ? അവൻ ചിന്തിച്ച് നടക്കും, എങ്ങനെ ചിന്തിച്ച് 30 വെള്ളിക്കാശ് എങ്ങനെ ഒപ്പിക്കാം. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. യേശുവിന്റെ കൂടെ നടക്കുന്നത്, അത്ഭുതം കാണുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. പുള്ളിക്ക് വിഷയം എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ആരെല്ലാം കയ്യിൽ ഇങ്ങോട്ട് മേടിക്കണം. സ്വതന്ത്രം. എന്നാൽ അതേ അധ്യായത്തിൽ ഞാൻ വായിച്ചപ്പോൾ മറ്റൊരു വ്യക്തിയെ കണ്ടു, കർത്താവിന് എന്ത് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അതൊരു സ്ത്രീയാ. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരിക്കൽ ഹല്ലേലൂയ ഒരു ഭവനത്തിൽ യേശു ഇരിക്കുമ്പോൾ അവൾ വന്നിട്ട് വില കൂടിയ
സ്വച്ഛജടം മാംസി തൈലം ഭരണി പൊട്ടിച്ച് ഒരു വർഷം കൊണ്ട് അവൾ അധ്വാനിച്ചത് മുഴുവൻ കർത്താവിന് അങ്ങോട്ട് കൊടുക്കുക. റബ, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ കർത്താവിന് വേണ്ടി കൊടുത്താൽ അടുത്ത മണിക്കൂർ കർത്താവ് പറയുകയാണ്. അനേകർ കണ്ടിട്ട് വിമർശിച്ചു. കർത്താവ് പറഞ്ഞു, കർത്താവ് അവളെ പ്രശംസിച്ചു. പ്രൈസ് ദി ലോർഡ്. നീ ദൈവരാജ്യത്തിൽ വിതച്ചാൽ നീ ഒരു പ്രശംസാ വിഷയമായി മാറും. നീ ദൈവനാമത്തിന് കൊടുത്താൽ നീ നിന്റെ കുടുംബത്തെയും കർത്താവ് ഈ തലമുറയിൽ അനുഗ്രഹിക്കുക മാത്രമല്ല ഒരു പ്രശംസാ വിഷയമാക്കി മാറ്റും. എത്ര പേര് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഇത് സമ്പാദിക്കുന്ന മാർഗമല്ല. സുവിശേഷ വേല എന്ന് പറയുന്നത് സമ്പാദിക്കുന്ന മാർഗമല്ല. ഹല്ലേലൂയ. കിട്ടുന്നതിനേക്കാൾ ഞാൻ എന്റെ സഭയിൽ ഇവിടെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ഗ്രാമത്തിൽ ഞാൻ വന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ 4 വിശ്വാസികളാണ്. ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു വലിയ സഭയുടെ ശുശ്രൂഷയിലായിരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. അത് വിട്ടിട്ട് കേരളത്തിലേക്ക് പോകാൻ പറഞ്ഞു. എനിക്ക് ഏത് സഭയെ എവിടെ പോകണം അറിയത്തില്ല. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു വെയിറ്റ്, ഈ ഫാസ്റ്റിങ്ങോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ ട്രിവാൻഡ്രത്ത് വിതുരയ്ക്കടുത്തുള്ള ഒരു ഗ്രാമം, തച്ചങ്കോട് എന്ന ഗ്രാമം ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇവിടെ വന്ന് ഈ സഭ കാണാൻ വന്നപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് ആ ഷീറ്റിട്ട ചോരും എന്റെ വിശ്വാസികൾ ഈ സൂം മീറ്റിംഗിൽ കയറി. അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെയും വളരെ സ്വതന്ത്രം അതിന്റെ അതേ ഗൗരവത്തിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊട്ടിപ്പൊളിഞ്ഞ് ഞാൻ വന്ന ഞായറാഴ്ച, മഴ പെയ്യുന്ന പകൽ ഞായറാഴ്ച, എല്ലാ സ്ഥലത്തും പാത്രം വെച്ചിരിക്കുക, മഴ ചോരുന്ന ഷീറ്റിട്ട ഒരു കൊച്ചാലയം, ഒരു 10-30 പേർക്ക് 40 പേർക്ക് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കറണ്ട് ഇല്ല. അതുപോലെ കറണ്ടൊക്കെ ഉണ്ട്, ഒരു ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഒരു ഫാൻ ഉണ്ട്, 2 ഫാൻ ഉണ്ട്, ഒന്ന് കറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളൊരു ഹോള്. പ്രൈസ് ദി ലോർഡ്. 4 വിശ്വാസികൾ അവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പുനലൂരിൽ നിന്ന് 70 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ അന്ന് എന്നെ കൊണ്ടുവന്ന ദൈവദാസൻ ചോദിച്ചു, മോനെ ഈ സഭ ഏറ്റെടുക്കണേ, ഇത് പൂട്ടാൻ വേണ്ടി ഇട്ടിരിക്കുക, സ്വതന്ത്രം പൂട്ടാൻ വേണ്ടി ഇട്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോ ജാതികളുടെ ദേശം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നെഫ്തൂലി എന്തുവാ സെബൂലിൻ എന്ന് പറയുന്ന പോലുള്ള ഒരു ഇരുട്ടിന്റെ അകത്തിരിക്കുന്ന ഒരു ദേശം. ചുറ്റും ജാതികൾ, കുടുംബങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പൂട്ടിക്കെട്ട് നോക്കി നിൽക്കിയ ആൾക്കാര് അതിനുവേണ്ടിയുള്ള എല്ലാം ചെയ്ത് മന്ത്രവാദം ചെയ്ത് സകല പരിപാടിയും ചെയ്ത് നോക്കിയിരിക്കുക ഇത് പൂട്ടാൻ വേണ്ടി. 4 വിശ്വാസികളുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം പോയി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് ആ സഭായം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അപ്പോൾ കൊല്ലത്ത് ടൗണിൽ 200 വിശ്വാസികളുള്ള ഒരു സഭയുടെ ചുമതല ഏറ്റെടുക്കാൻ എന്റെ സ്നേഹിതൻ പാസ്റ്റർ ഷൈജു എന്നെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. മാവേലിക്കര വെസ്റ്റ് സെൻട്രലിലുള്ള അമേരിക്കയിൽ നിന്ന് വന്ന ബെറ്റ്സി സിസ്റ്റർ അവരുടെ സഭയിലേക്ക്, IPC സഭയാ. പ്രൈസ് ലോർഡ്. അവരുടെ സഭാ ശുശ്രൂഷകനായിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവിടെ ചെല്ലാം. പ്രൈസ് ലോർഡ്. ഞാൻ എന്റെ വൈഫും കൂടെ പ്രാർത്ഥിക്കാനും ചില ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു വിതുരയ്ക്കടുത്തുള്ള തച്ചങ്കോട് പോയി ചാർജ് എടുക്കാൻ പറഞ്ഞു. സ്വതന്ത്രം. എല്ലാ സഭയും വിട്ടിട്ട് തച്ചങ്കോട് 4 വിശ്വാസിയുള്ള സഭയിൽ പോയി ചാർജ് എടുത്തു. പ്രൈസ് ലോർഡ്. പണം നോക്കിയായിരുന്നെങ്കിൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ സഭകൾ എടുക്കാമായിരുന്നു. പക്ഷേ ആത്മാവ് പറഞ്ഞ് അനുസരിച്ചു. ഇന്ന് ഏകദേശം 3 വർഷം 4 വർഷമായി പ്രൈസ് ലോർഡ് ഏകദേശം 10-30 പേരെ കർത്താവ് ആ ജാതിക ദേശത്ത് തന്നു. പ്രൈസ് ലോർഡ്. ആലയത്തിന്റെ പണികൾ ഏകദേശമൊക്കെ പൂർത്തീകരിച്ചു. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നീ കിട്ടുന്നത് അങ്ങോട്ട് ചെലവാക്കി ഇങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, അങ്ങോട്ട് ചെലവാക്കി ദൈവ രാജ്യത്തിനു വേണ്ടി നീ വില കൊടുത്ത് നിൽക്കുമ്പോ നിന്റെ കാര്യം കർത്താവ് നോക്കും. ആമേൻ പറയാൻ പറ്റുമോ? രാത്രിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷ നടക്കുന്നതല്ല, കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി കൊടുക്കാൻ രാത്രി ആത്മാവ് ചില നോക്കി ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവന്റെ കരം വരണ്ടുപോയി, ഇവന് കൊടുക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിന് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെ? ഭൗതികമായിട്ടും ഇല്ല, ആത്മീയമായിട്ടും ഇല്ല. പിശാച് ഇവന്റെ കരത്തെ ഇങ്ങനെ മടക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ ചെയ്തത്? മഹത്വം വന്നപ്പോൾ അന്ന് രാത്രി ആ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞടാ, മഹത്വം വന്നാൽ പിശാച് വരണ്ട് മടക്കി കളഞ്ഞ
കരങ്ങളെ ഞാൻ നിവർത്താൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കാൻ കഴിയാതെ, ഓ റിബലബടകതൻ ആത്മീയമായി പകർന്നു കൊടുക്കാനില്ലാതെ, ഓ പ്രാർത്ഥിച്ച് ചിലരുടെ മേൽ പകർന്നു കൊടുക്കാൻ ഒന്നുമില്ല, ഓ ആത്മീയമായി കൊടുക്കാൻ ഒന്നുമില്ല, ഭൗതികമായി കൊടുക്കാൻ ഒന്നുമില്ല. നിന്റെ കരത്തെ പിശാച് മടക്കി കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ആത്മാദൂത് പറയുന്നു, നിന്റെ കരത്തെ കർത്താവ് നിവർത്താൻ പോകുകയോ. റിബാല ശതറ റിബാല ഓ ഈ ദൂത് ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ. 2026 നീ വാങ്ങുന്ന വർഷമല്ല, നീ കൊടുക്കാൻ പോകും യേശുവിന്റെ നാമത്തിൽ. ഓ കരം നീട്ടിക്കോ യേശുവിന്റെ നാമത്തിൽ. നിന്റെ കരം നീട്ടിക്കോ യേശുവിന്റെ നാമത്തിൽ. അഭിഷേകം നിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുക. നിന്റെ കരങ്ങളിലൂടെ രോഗസൗഖ്യം നടക്കും. നിന്റെ കരങ്ങളിലൂടെ ഓ അനേകർ സ്നാനപ്പെടാൻ പോകുക. നിന്റെ കരങ്ങളിലൂടെ ആത്മാക്കൾ വിടുവിക്കുക. ഓ ദൈവരാജ്യത്തിൽ കൊടുക്കാൻ, ദൈവരാജ്യത്തിൽ പകർന്നു കൊടുക്കാൻ നിന്റെ കരങ്ങളെ ഇപ്പോൾ മഹത്വം തുടങ്ങിയോ. വരണ്ടുപോയി അവന്റെ കരത്തെ നിവർന്നു വന്നു. കർത്താവ് ഒറ്റ പദമാ പറഞ്ഞേ, നിവർന്നു വാ, കരം നീട്ട്. പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ പിശാച് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ മടക്കിക്കളഞ്ഞതിന് മഹത്വം വന്നപ്പോൾ ആദ്യം ചെയ്തത് കണ്ടോ, കരം നിവർത്തി. രാത്രി ഈ ദൂത് ഏറ്റെടുത്തോ. ഓ നിങ്ങൾ വീണ്ടും ഈ മീറ്റിംഗ് കഴിഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിച്ചോ യേശുവിന്റെ നാമത്തിൽ. ദൈവരാജ്യത്തിന് വിതയ്ക്കത്തക്കവണ്ണം ഓ ആത്മീയമായിട്ടുള്ള ജനത കൊടുക്കത്തക്കവണ്ണം ഓ നിന്റെ കരത്തിൽ കർത്താവ് തരാൻ കൃപകളെ, കൃപാവരങ്ങളെ, ഓ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ നീ കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലത് സംഭവിക്കാൻ പോകും യേശുവിന്റെ നാമത്തിൽ. മോശേ നിന്റെ കരം നീട്ടിയാൽ ചെങ്കടൽ വിഭാഗിക്കപ്പെടും യേശുവിന്റെ നാമത്തിൽ. ഓ റഖബല കുത്തി ഒഴുകുന്ന, ഓ വിടത്തില്ലെന്ന് പറയുന്ന വാക്തത്വങ്ങളിലേക്ക് വിടത്തില്ലെന്ന് പറയുന്ന ഏത് ചെങ്കടലിനെ വിഭാഗിക്കുവാൻ ദിവസങ്ങളിൽ വരണ്ടുപോയ കരങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുക. മഹത്വം വന്നപ്പോൾ ഒന്ന് വരണ്ടുപോയ കരം നിവർന്നു. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി ചിന്തകൾ അന്ന് ആ പ്രഭാതത്തിൽ കർത്താവ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനും 4-ാം അധ്യായമാണ് വായിക്കേണ്ടത്. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു 4 വായിക്കണ്ട, 3 ഒന്നുകൂടെ വായിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിൽ തന്നെ എന്നോട് തന്നെ പറയാം, 3 ഇന്നലെ വായിച്ചില്ലേ, ഇപ്പൊ ഇനി ഇന്നലെ 3 ഒന്നുകൂടെ വായിക്കുന്നത്, 4 വായിച്ച ഇന്ന് 4 വായിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു 3 വായിക്കൂ, 3-ാം അധ്യായം ഒന്നുകൂടെ വായിക്കുക. പക്ഷെ അന്ന് ബൈബിൾ തുറക്കുമ്പോൾ 3-ാം അധ്യായം തുറന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ആത്മസാന്നിധ്യം ഞാൻ റൂമിൽ. പക്ഷെ എന്താ സംഭവിച്ചറിയാമോ, അതോട് പറയാം. 3-ാം അധ്യായം കൊണ്ട് വായിക്കാൻ വേണ്ടി ഞാൻ ആ പ്രഭാതം ഏകദേശം ഒരു 4 മണിയായി കാണണം. ഞാൻ ബൈബിൾ തുറന്നപ്പോ ആ റൂമിൽ കറണ്ട് അങ്ങ് പോയി. അപ്പൊ കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, എന്നാ പിന്നെ ഇനിയിപ്പം കറണ്ട് വന്നിട്ട് രാവിലെ വായിക്കാം, മടക്കി വെച്ചിട്ട് നമ്മൾ ഒന്നി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. അപ്പൊ ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചു. ബൈബിൾ ഇങ്ങനെ മടക്കി, അതിനിപ്പം കറണ്ടൊക്കെ വരട്ടെ പിന്നെ വായിക്കാം. പക്ഷെ കർത്താവ് എന്നോട് അപ്പോഴും പറയുക, വായിക്ക സഹോദരം, വായിക്ക. എങ്ങനെ വായിക്കും, കറണ്ട് ഇല്ല. കർത്താവിനോട് പറയും, നീ വായിക്ക്, ഇപ്പം വായിക്ക്. ഓ ഷാറാബാഖാത്ത്. അന്ന് ഞാൻ ആ റൂമിൽ അനുഭവിച്ച ഭയങ്കര ദൈവ സാന്നിധ്യം. പ്രിയരെ, പ്രൈസ് ലോർഡ്. ഞാൻ എങ്ങനെ വായിക്കും, എന്റെ മൊബൈൽ ഓൺ ചെയ്തു. പ്രൈസ് ലോർഡ്. ഞാൻ മൊബൈലിന്റെ വെട്ടത്തിൽ വായിക്കാൻ 3-ാം അധ്യായം വായിക്കാൻ തുടങ്ങി. ആ വായിച്ചോണ്ടിരുന്നപ്പോൾ അതുവരെ കിട്ടാത്ത ദൈവിക വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഓപ്പൺ ആക്കി തരാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ആത്മസാന്നിധ്യം കൊണ്ട് ഏകദേശം പ്രഭാതം സൂര്യൻ ഉദിക്കുന്ന സമയം വരെയും ആത്മസാന്നിധ്യത്തിനുള്ളിൽ ഞാൻ റൂമിനകത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത് എന്നോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ദൂതുണ്ട്. മഹത്വം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 3-ന്റെ 11-ാമത്തെ വെരി ഇമ്പോർട്ടന്റ് വായിച്ചാട്ടെ, വെരി ഇമ്പോർട്ടന്റ്. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുന്നിൽ വീണു. നീ ദൈവപുത്രനെന്ന് നിലവിളിച്ചു പറയും. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ വായിച്ചത്? അശുദ്ധാത്മാക്കൾ അവനെ കാണുമ്പോൾ എല്ലാം എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അവന്റെ മുന്നിൽ വീണു. അവന്റെ മുമ്പിൽ വീണു. ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു.
സ്വതന്ത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹത്വം വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, അന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു, എന്നോട് സംസാരിച്ചു. ഇതെല്ലാം ഞാൻ പ്രാപിച്ചത് കേട്ടോ. ഒരു പക്ഷേ എന്റെ വ്യക്തിപരമായ എന്റെ ലൈഫിനെ ചലിപ്പിച്ച ദൂതുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങളുമായി കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. അന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ ചലിച്ച ദൂത. പ്രൈസ് ദി ലോർഡ്. എന്നോട് ആത്മാവ് പറഞ്ഞ മഹത്വം എന്ന രണ്ട് അശുദ്ധാത്മാക്കളെല്ലാം അവനെ കാണുമ്പോഴെല്ലാം അവന്റെ മുമ്പിൽ വീണു. ഹല്ലേലൂയ. ആത്മാവ് എന്നോട് പറഞ്ഞു, എടാ മഹത്വം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, മഹത്വം ഈ ദൂത് കേൾക്കുന്ന നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ അശുദ്ധ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ വീഴാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ആ പ്രഭാതത്തിൽ ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എടാ ഹല്ലേലൂയ, മഹത്വം വന്നവന്റെ ലക്ഷണമാണ് ഈ തലമുറയിൽ പലതും അശുദ്ധിയുടെ മുമ്പിൽ വീഴും. പക്ഷേ മഹത്വം വന്നു കഴിഞ്ഞാൽ നീ അതിന്റെ മുമ്പിൽ വീഴുകയല്ല, അതും നിന്റെ മുമ്പിൽ വീഴും. യേശുവിന്റെ നാമത്തിൽ നിന്റെ കാൽച്ചുവട്ടിൽ അത് വീഴും. യേശുവിന്റെ നാമത്തിൽ ഈ ദൂതനാമേൻ സ്വീകരിക്കാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ മഹത്വം വന്നു കഴിയുമ്പോൾ 2025 ആത്മാവ് പറയുന്നു, ഇന്നലകളിൽ അശുദ്ധിയിൽ പല മേഖലകളിൽ നിന്നെ തകർക്കാൻ, നിന്നെ വീഴ്ത്താൻ, പൈശാചിക മണ്ഡലകം നിന്റെ തലമുറയെ വീഴ്ത്താൻ, നിന്റെ സഭയിൽപ്പെട്ടവരെ വീഴ്ത്താൻ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ വീഴ്ത്താൻ പദ്ധതി ഒരുക്കിയെങ്കിൽ ആത്മാവ് പറയുന്നു, മഹത്വം നിന്നെ തൊട്ട് കഴിയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അശുദ്ധിയുടെ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ വീഴും. അങ്ങനെ അഭിഷേകത്തെ എത്ര പേര് രാത്രികാലം റിസീവ് ചെയ്യുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇസബേൽ എന്ന് പറഞ്ഞ ദുഷ്ടശക്തി, പ്രൈസ് ദി ലോർഡ്, അവള് 850 പ്രവാചകന്മാരെ, ബാലിന്റെ പ്രവാചകന്മാരെ കൊട്ടാരത്തിൽ ഊട്ടി വളർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ 850 പ്രവാചകന്മാരെ അവൾ വീഴ്ത്തി. കാര്യം ഞാൻ വായിച്ചപ്പോ ഇമ്മയുടെ പേരൊക്കെ എന്തുവാ? ഇമ്മയുടെ പേരും എന്തുവാ? പ്രവാചകന്മാരെന്ന. പ്രൈസ് ദി ലോർഡ്. ബാല് അവിടെ നിൽക്കട്ടെ, അമ്മയുടെ പേരെന്തുവാ? അമ്മാരും പ്രവാചകന്മാരാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ 850 എണ്ണത്തെയും പുള്ളിക്കാരി വീഴ്ത്തിയിട്ടിരിക്കുക. സഹോദരൻ, നിങ്ങൾ കൂടെ വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്കാരെ വീഴ്ത്തി കൊട്ടാരത്തിലൊക്കെ പാർപ്പിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരുവന്റെ മേൽ അഭിഷേകം വീണു. അവന്റെ പേരാ യേഹൂ. പ്രൈസ് ദി ലോർഡ്. ഇരട്ടി പങ്കിന്റെ അഭിഷേകം വീണ എലീശ യേഹൂവിനെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ അവൻ പറയുക, ഞാൻ സൂം മീറ്റിംഗ് ഒന്ന് പ്രസംഗിക്കട്ടെ. അതല്ല പറഞ്ഞത്. അവൻ പറഞ്ഞത്, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. എന്താ ശുശ്രൂഷ എന്നറിയാമോ? രാജ കൊട്ടാരത്തിലേക്ക് അവൻ ഭ്രാന്തനെ പോലെ ഓടുകയാ. നാമത്തെ എന്താ കാര്യം അറിയാമോ? ഹല്ലേലൂയ. അനേകരെ വീഴ്ത്തിയ, ഹല്ലേലൂയ, കെട്ടിയ, ഹല്ലേലൂയ, ഇസബേൽ എന്ന ആ ദുർശക്തിയെ, അന്ധകാര മണ്ഡലത്തെ ആത്മാവിൽ വെട്ടിയിടാൻ വേണ്ടി ഒരുവൻ ഭ്രാന്തനെ പോലെ ഓടുകയാ. ഇന്ന് രാത്രി നിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു മഹത്വത്തിന്റെ തീ നിന്റെ മേൽ വീഴട്ടെ. ശക്തികളെ, അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്ന യൗവന തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന ചിലതിനെ പിടിക്കാൻ വ്യാപാരങ്ങൾ അന്നും ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ജനറേഷനെ തിരിച്ചു പിടിക്കാൻ ഇന്ന് രാത്രി നിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ വീഴുകയാ. പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ നീ വീഴുകയല്ല, നിന്റെ മുന്നിൽ അത് വീഴാൻ പോകും. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ മഹത്വം വന്നു കഴിഞ്ഞാൽ നീ വീഴത്തില്ല, നിന്റെ മുമ്പിൽ ചിലത് വീഴാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ആ അഭിഷേകത്തെ എത്ര പേര് രാത്രികാലം വേണം? ഹല്ലേലൂയ. യേഹൂ പാഞ്ഞു വരുമ്പോൾ ഇവള് ഈ മട്ടുപ്പാവിന്റെ ഒക്കെ മണ്ടി കയറിയുന്നുണ്ട്. ഒറ്റ നോട്ടം, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇവള് അവിടെ പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്. കണ്ണെഴുതി ഇവള് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇവന്റെ വരവ് കണ്ടുകൊണ്ട്. എന്താ കണ്ണെഴുതി ഇവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അറിയാമോ? കാര്യം പ്രൈസ് ദി ലോർഡ്, ഇവള് എല്ലാത്തിനെയും വീഴ്ത്തിയത്
കണ്ണുകൊണ്ടാ വീഴ്ത്തിയത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് അവള് കണ്ണൊക്കെ എഴുതി ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ലോർഡ്. കാര്യം ഇവള് വീഴ്ത്തിയത് മുഴുവൻ ഇവിടെ കിടക്കുന്ന ആ സ്പിരിറ്റ്, ഹല്ലേലൂയ, ആ കണ്ണിലൂടെയാണ് ഇവള് വീഴ്ത്തുന്നത്. പ്രൈസ് ലോർഡ്. പക്ഷേ ഒരു അഭിഷേകത്തോടെ വരിക. എന്തിനാണെന്നറിയാമോ? അവളുടെ മുമ്പിൽ വീഴാനല്ല. പ്രൈസ് ലോർഡ്. റക്കം ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിഷേകത്തിൽ അവളെ തള്ളിയിടാൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഇന്ത്യയിൽ വാഴുന്ന, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ വാഴുന്ന, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ വാഴുന്ന പൈശാചിക മണ്ഡലത്തെ ആത്മാവിൽ വെട്ടിയിടാൻ നിന്റെ പ്രാർത്ഥനാ റൂമിൽ എത്ര റെഡിയുണ്ട്? ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ മഹത്വം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അശുദ്ധാത്മാക്കളെല്ലാം അവനെ കാണുമ്പോൾ അവന്റെ കാൽ കീഴിൽ വീഴുവാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ പഴയ നിയമ പ്രവാചകന്മാരോട്, കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷേ ആരുടെ മുമ്പിൽ വീണില്ല. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ ഭൂതങ്ങൾ അലറി അവന്റെ കാൽ കീഴിൽ വീണു. അശുദ്ധാത്മാക്കൾ അവന്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് വീഴാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഇന്നലകളിൽ നിന്നെ വാണുകൊണ്ടിരുന്ന, നിന്റെ ശരീരത്തെ വാണുകൊണ്ടിരുന്ന ചില രോഗശക്തികൾ നിന്റെ മുമ്പിൽ വീഴട്ടെ. അന്ധകാര ശക്തികൾ വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥന റൂമിൽ നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ ചിലത് വീഴാൻ പോകുകയാണ്. നീ ആത്മാവിൽ എഴുന്നേൽക്കുമ്പോൾ ചിലത് വീഴാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പ്രാപിച്ചാട്. ജീസസ്, ജീസസ്, വെരി ഇമ്പോർട്ടന്റ്. ഇതിനിടയ്ക്ക് ഒത്തിരി ദൂത് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3:13, 3:14 ഇതൊക്കെ അന്ന് പ്രഭാതത്തിൽ ആത്മാ എന്നോട് ഇടപെട്ട ദൂതുകളാണ്. പക്ഷേ സമയമില്ല, ഞാൻ നിർത്തുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ദൂത് അന്ന് ആത്മാവ് എന്നോട് സംസാരിച്ചത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. 3:27 വാക്യം വേഗത്തിൽ വരും. 3:27 വാക്യം. മഹത്വം വന്നതിന്റെ ഹല്ലേലൂയ ഉദ്ദേശം. 3:27 വായിച്ചാട്ടെ. 3:27. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കിടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളയുവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയ പ്രഭാതത്തിൽ ആത്മാവിനോട് പറഞ്ഞടാ, കടൽക്കര വഴിയായി ഒരു മഹത്വം വരുന്നുണ്ട്. കടൽക്കര ഹീനത പറ്റിയെങ്കിലും കടൽക്കര വഴിയായി മഹത്വം വരുന്നുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞടാ, കരം നിവർത്താനും, ഹല്ലേലൂയ, ചന്ദ്രരോഗിയെ വിടുവിക്കാനും, ഹല്ലേലൂയ, പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിക്കാനും ഇതല്ല മഹത്വം വന്നതിന്റെ മെയിൻ ഉദ്ദേശം. ഇതല്ല. പിന്നെയോ ബലവാനെ പിടിച്ചു കെട്ടാനാ. ഹല്ലേലൂയ. മഹത്വം നിന്റെ മേൽ ഇറങ്ങുന്നത്. ഇന്നലകളിൽ നിന്നെ പിടിച്ചു വെച്ച ബലവാനുണ്ട്. ഇന്ന് രാത്രി എത്തുമ്പോൾ തിരിച്ചറിയുന്നു. നിന്റെ തലമുറകളെ നിയന്ത്രിക്കുന്ന, ഒരു ജനറേഷനെ നിയന്ത്രിക്കുന്ന നിന്റെ ആത്മമണ്ഡലങ്ങളെ, ഭൗതിക മണ്ഡലങ്ങളെ, ശരീരത്തെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന ചില ബലവാന്മാരുണ്ട്. ഇന്ന് രാത്രിയില് അതിനെ ഹല്ലേലൂയ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ യേശുവിന്റെ നാമത്തില് അവനെ പിടിക്കണം, അവനെ പിടിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന ഒരുമിച്ച് സ്വതന്ത്രം ചെയ്താട്ടെ. കടൽക്കര വഴിയായ ഒരു മഹത്വം വരുന്നു. നഫ്തൂലിൻ, സെബൂലിൻ, നഫ്താലി ദേശങ്ങൾക്ക് ഹീനത വരുത്തി എങ്കിലും കടൽക്കര വഴിയായി പിന്നത്തേതിൽ ഒരു മഹത്വം വരുന്നു. ജാതികളുടെ ദേശത്തിന് ഒരു വലിയ പ്രകാശം ഉദിക്കുന്നു. ഈ രാത്രി ശക്തിയെ ദൂതാണ് ഞാൻ കൈമാറിയത്. ആത്മാവ് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. അടുത്ത സീസൺ നിങ്ങളുടെ ലൈഫിൽ ശക്തിയോടെ ഓടുന്ന വർഷമാ. നിങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കുന്ന വർഷമാണ്. എല്ലാ കണ്ണും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഇവിടെ നിർത്തുക. യേശുവിന്റെ നാമത്തിൽ മഹത്വം വന്നാൽ വരണ്ടു പോയതിനെല്ലാം കർത്താവ് ആ കരത്തെ നിവർത്തും. കൊടുക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി വിതയ്ക്കുവാൻ നിന്റെ കരത്തെ കർത്താവ് നിറയ്ക്കും. യേശു നിന്റെ കരത്തെ അവൻ നിവർത്തും. യേശുവിന്റെ നാമത്തിൽ നിന്റെ കരത്തെ നിവർത്തുക മാത്രമല്ല, നിന്റെ കരത്തെ അവൻ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. മഹത്വം വന്നു കഴിഞ്ഞാൽ, കടൽക്കര വഴിയായി മഹത്വം വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അശുദ്ധാത്മാക്കളെല്ലാം നിന്റെ മുമ്പിൽ വീഴും. യേശുവിന്റെ നാമത്തിൽ പ്രധാനപ്പെട്ട ദൂത് ബലവാനെ പിടിച്ചു കെട്ടും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, അങ്ങനത്തെ ഒരു ആത്മമണ്ഡലത്തിന് വേണ്ടി ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് 2026 വേണ്ടിയുള്ള ദൂതാണ്.
റഗദ റമാനകത്തുനി നൂറുകണക്കിന് മെസ്സേജ് ഒരു പക്ഷെ കേൾക്കുന്ന വ്യക്തിയായിരുന്നു. ആത്മാവ് പറയുന്നു 2026 നിന്നെ ആത്മമണ്ഡലത്തിൽ ഓടിക്കുന്ന, ആത്മാവിൽ ചലിപ്പിക്കുന്ന ഒരു ദൂത ഇതിനെ റിസീവ് ചെയ്യുക. എഴുതി വെക്കുക, റിസീവ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. റഖാനബ നിർത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ സെബൂലും നഫ്താലി ദേശങ്ങൾക്ക് ഹീനത വന്നു എങ്കിലും കടൽക്കര വഴിയായി പിന്നെത്തിയതിൽ ഒരു മഹത്വം വരുന്നു. കർത്താവേ ഈ ദൂത് ഇവിടെ ഞാൻ ഇന്ന് രാത്രി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മമണ്ഡലങ്ങളിൽ ഒരു വലിയ വിടുതലായി രാത്രി മാറുന്നതിനാൽ സ്തോത്രം. ആത്മാവ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടെ മേൽ, ഇവിടെ കുടുംബങ്ങളുടെ മേൽ, ഇവിടെ മിനിസ്ട്രിയുടെ മേൽ, ഇവരുടെ നാളുകളുടെ മേൽ, ഇവിടെ തലമുറകളുടെ മേൽ, കുടുംബ മണ്ഡലത്തിന്റെ മേൽ അത് വിടുതലായി, അത്ഭുതമായി, ദൈവപ്രവർത്തിയായി വരും ദിവസങ്ങളിൽ വലിയ മാറ്റമായി ഉണ്ടാകട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച പ്രിയ ആന്റിയോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ മിനിസ്ട്രിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക, എൻ്റെ പേര് ജോസി. വിതുരയിൽ അടുത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേല ആയിരിക്കുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയും ശുശ്രൂഷയും സഭയും ഓർക്കുക. ഗാഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.